ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെല്ലാവരും കാണാൻ ഉദ്ദേശിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാനുള്ള ശ്രീ രത്തൻ കേൽക്കറെ നിയമിക്കാനുള്ള തീരുമാനം. ബംഗാളിൽ BJP മുഖ്യമന്ത്രി അവിടുത്തെ മുൻ കമ്മീഷണറെ നിയമിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനുള്ള പ്രതിഫലമാണ് എന്നാണ്. രാഹുൽ ഗാന്ധിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിൽ മുൻ കമ്മീഷണറായിട്ടുള്ള ശ്രീ രത്തൻ കേൽക്കറെ നിയമിക്കാനെടുത്ത തീരുമാനം തെരഞ്ഞെടുപ്പ് തിരിമറി നടത്താൻ കോൺഗ്രസിന് സഹായകരമായിട്ടുള്ള നിലപാടെടുത്തതിനാണോ? ശ്രീ VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു 100 സീറ്റ് UDFന് കിട്ടും. ഈ 100 സീറ്റ് കിട്ടും എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആളുകൾ ഈ തരത്തിലുള്ള ഒരു സഹായം കോൺഗ്രസിന് നൽകാൻ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ എണ്ണത്തിലടക്കം ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുകാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചത് കൊണ്ടാണോ ഈ കാര്യത്തിലുള്ള ഒരു പ്രഖ്യാപനം, ഈ വനവാസം എന്നൊക്കെയുള്ള ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതല്ല എങ്കിൽ രാഹുൽ ഗാന്ധി ബംഗാളിലെ മുഖ്യമന്ത്രിയോടും ബംഗാളിലെ ജനങ്ങളോടും മാപ്പ് പറയണം. ഇവിടെ പല വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും പ്രത്യുപകാരത്തിൻ്റെയൊക്കെ പേരിലാണ് പുതിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പല നിയമനങ്ങളും എന്നാണ് പലരും തിരുവനന്തപുരത്തെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്.